CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കും. സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും സർക്കാരിന്റെ പ്രവർത്തനവും യോഗം വിലയിരുത്തും. ഗുണ്ടാക്രമണ കേസിൽ ഉൾപ്പെട്ട സക്കീർ ഹുസൈൻ, വടക്കാഞ്ചേരി പീഡനക്കേസിൽ ആരോപണ വിധേയനായ ജയന്തൻ എന്നിവർക്കെതിരെയുള്ള നടപടി സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. ഇരുവർക്കുമെതിരെയും നേരത്തെ പാർട്ടി നടപടി എടുത്തിരുന്നു. രാവിലെ 10 AKG സെന്ററിലാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. മലപ്പുറം കളക്ടറേറ്റിന് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അവഗണിച്ചത് വലിയ വീഴ്ചയായി. 5 മാസം മുമ്പാണ് കളക്ടറേറ്റിന് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത്. കൊല്ലം സ്ഫോടനത്തെ തുടർന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. കൊല്ലം സ്ഫോടനത്തെ തുടർന്നാണ് മലപ്പുറത്തെയും കളക്ടറേറ്റിലെ സുരക്ഷ സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധിച്ചത്. കളക്ടറേറ്റും കോടതിയും ഉൾപ്പെടുന്ന 35 ഏക്കർ സ്ഥലത്തേക്കുള്ള 4 വഴികളിലും ഗേറ്റില്ല. പ്രധാന കവാടത്തിലെ ഗേറ്റ് രാത്രിയിലും തുറന്നിടും. ഇങ്ങനെ സുരക്ഷാ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പോലീസ് മേധാവിക്കും ജില്ലാ കലക്ടർക്കും റിപ്പോർട്ട് നൽകിയിരുന്നു. കലക്ടറേറ്റ് വളപ്പിൽ ഹൈമാസ് ലൈറ്റ്, പോലീസ് എയ്ഡ് പോസ്റ്റ്, പ്രവേശന കവാടങ്ങളിൽ വാഹന പരിശോധന, പ്രധാന ഭാഗങ്ങളിൽ CCTV തുടങ്ങിയ സംവിധാനങ്ങൾ സ്ഥാപിക്കാനും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി D. അശോക് കുമാറിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇത് അവഗണിച്ചത് ഇന്റലിജൻസ് ADGP R. ശ്രീലേഖ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വിമർശിച്ചിരുന്നു. അതേസമയം ലഭ്യമായ തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. മലപ്പുറം നഗരത്തിൽ കടകളിലും മറ്റു സ്ഥാപനങ്ങളിലുമുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വിഷവായു ശ്വസിച്ച് വലഞ്ഞ് ദില്ലി. മലിനീകരണം കുറയ്ക്കാൻ നടപടി ശക്തമാക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ദിനംപ്രതി ദില്ലിയിൽ വായു മലിനീകരണ തോത് കുതിച്ചുയരുകയാണ്. മലിനീകരണ വായു തിങ്ങി നിറഞ്ഞ് മൂടൽമഞ്ഞ് ശക്തമായതോടെ പുറത്തിറങ്ങാൻ പോലും ജനങ്ങൾ മടിക്കുകയാണ്. വിഷവായു ശ്വസിച്ച് ശ്വാസം മുട്ടലും കണ്ണുകളെരിയുന്നതും വർദ്ധിച്ചതോടെ പല സ്കൂളുകളും അടച്ചിട്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 17 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വായു മലിനീകരണമാണ് രാജ്യതലസ്ഥാന നഗരിയിൽ ഉണ്ടായിരിക്കുന്നത്. ദീപാവലി പിറ്റേന്ന് മുതൽ ശക്തമായ മലിനീകരണം ഇപ്പോൾ അനിയന്ത്രിതമായി. ദില്ലിയുടെ അന്തരീക്ഷത്തിൽ 1800 ക്യൂബിക് മൈക്രോഗ്രാം മാലിന്യങ്ങളാണ് ഇപ്പോൾ തങ്ങി നിൽക്കുന്നത്. സാധാരണ തോതിനേക്കാൾ 16 മടങ്ങ് മാലിന്യം വർദ്ധിച്ചു. വായുവിന്റെ ഗുണമേന്മ 2.5-ലും താഴെയാണ്. കാറ്റും തീരെ കുറവായതിനാലാണ് ഇത്രയും മലിനീകരണ തോത് വർദ്ധിച്ചിരിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. പുറത്തിറങ്ങുന്ന ആളുകളുടെ കണ്ണുകൾ എരിയുകയാണ്. ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നുണ്ട്. അതിനാൽ പ്രായമായവരും കുട്ടികളും ഹൃദയ ശ്വാസകോശ രോഗമുള്ളവരും വീടിന് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ദില്ലി ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. മാലിന്യം കത്തിക്കുന്നതിനുൾപ്പെടെ നിയന്ത്രണം കൊണ്ടുവന്നെന്നായിരുന്നു ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിൻ അവകാശപ്പെട്ടിരുന്നത്. മലിനീകരണ തോത് അനിയന്ത്രിതമായതോടെ മിക്ക സ്കൂളുകളും അടച്ചിരിക്കുകയാണ്. രാജ്യതലസ്ഥാന നഗരം ഒരു ഗ്യാസ് ചേമ്പർ പോലെ ആയിരിക്കുന്നു എന്നാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട്. മലിനീകരണ തോത് കുറയ്ക്കാൻ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും മരണഭീതിയിലാണ് ഓരോ ദിനവും ദില്ലി നിവാസികൾ. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ കത്ത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലും മഗ്നീഷ്യം ക്രമക്കേടിലും ടോം ജോസിനെതിരെ എത്രയും വേഗം സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത്. അതേസമയം കത്തിന്മേലുള്ള സർക്കാർ നടപടി തിങ്കളാഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുടുങ്ങിയ തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ചീഫ് സെക്രട്ടറി വിജയാനന്ദന് ശുപാർശ കത്ത് നൽകിയത്. ടോം ജോസിന്റെ വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ വിശദാംശങ്ങളും ടോം ജോസിന്റെ സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമാക്കുന്ന രേഖകളും അടങ്ങുന്ന അന്വേഷണ റിപ്പോർട്ടും വിജിലൻസ് ഡയറക്ടർ കത്തിനൊപ്പം കൈമാറിയിട്ടുണ്ട്. ടോം ജോസ് സർക്കാർ സർവീസിൽ തുടരുന്നത് തുടരന്വേഷണത്തിന് തടസ്സമാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പുറമെ ടോം ജോസിനെതിരെ ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ പല നിർണായക തെളിവുകളും നശിപ്പിക്കപ്പെടുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ടോം ജോസിനെതിരെ കടുത്ത അച്ചടക്ക നടപടി വേണമെന്നതാണ് ശുപാർശ കത്തിലെ ആവശ്യം. മഗ്നീഷ്യം ക്രമക്കേടിനെക്കുറിച്ചും വിജിലൻസ് ഡയറക്ടർ നൽകിയ കത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. യഥാർത്ഥ വരുമാനത്തിൽ നിന്ന് 62.35% അധിക വരുമാനം ടോം ജോസ് ഉണ്ടാക്കിയെന്ന് വിജിലൻസ് നേരത്തെ കണ്ടെത്തുകയും ഇതനുസരിച്ച് ടോം ജോസിനെ പ്രതിയാക്കി മൂവാറ്റുപുഴ കോടതിയിൽ വിജിലൻസ് FIR നൽകിയിട്ടുണ്ട്. ടോം ജോസ് 2010 മുതൽ 2016 വരെ 1.19 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഇക്കാര്യത്തിൽ തുടരന്വേഷണം നടത്തുന്നതിനും പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതിനും ടോം ജോസിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ച കത്തും അന്വേഷണ റിപ്പോർട്ടും തിങ്കളാഴ്ച ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്ത ശേഷമാകും ടോം ജോസിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഉത്തരേന്ത്യയിൽ അയോധ്യയിലൂടെ നേടിയത് ദക്ഷിണേന്ത്യയിൽ ഹൈദരാബാദിലെ ചാർമിനാറിലൂടെ നേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംഘപരിവാർ. പ്ലേഗ് അമർച്ച ചെയ്തതിന്റെ സ്മരണയ്ക്കായി 1591 സുൽത്താൻ മുഹമ്മദ് ഖിൽ കുത്തബ് ഷാ നിർമ്മിച്ച ചാർമിനാർ പള്ളി തകർത്ത് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കാനാണ് സംഘപരിവാറിന്റെ നീക്കം. 1992 ബാബറി മസ്ജിദ് തകർത്ത് ഹിന്ദുത്വ രാഷ്ട്രീയ കൊടുങ്കാറ്റായി ഉത്തരേന്ത്യയും പടിഞ്ഞാറ് ഇന്ത്യയുമെല്ലാം കീഴടക്കിയ BJPയുടെ ദക്ഷിണേന്ത്യൻ സ്വപ്നമാണ് ഹൈദരാബാദിന്റെ ഹൃദയമായ ഈ ചാർമിനാർ പള്ളി. ഇത് 1957 ദി ഹിന്ദുവിന്റെ ഫോട്ടോഗ്രാഫർ പകർത്തിയ ഫോട്ടോ. ഇതിലെവിടെയും ക്ഷേത്രമോ വിഗ്രഹാരാധനയോ ഇല്ല. എന്നാൽ അയോധ്യ പ്രക്ഷോഭകാലത്ത് സംഘപരിവാർ ചാർമിനാറിന്റെ ഭിത്തികളിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെച്ച് ആരാധന തുടങ്ങി. പിന്നീട് ഇത് വിഗ്രഹമായി. സമീപകാലത്ത് താൽക്കാലിക ക്ഷേത്രവും പൂജയും ആഘോഷങ്ങളും ആരംഭിച്ചു. മോദി സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെ ചാർമിനാർ തകർത്ത് ക്ഷേത്രം നിർമ്മിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. സംഘപരിവാറിന്റെ അജണ്ടയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമുണ്ടെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കാൻ ആരും തയ്യാറായില്ല. അയോധ്യയിലൂടെ BJP ഉത്തരേന്ത്യയിൽ ലക്ഷ്യം നിറവേറ്റി. ഇതേ ലക്ഷ്യം ഈ ഭാഗ്യലക്ഷ്മി മന്ദിരത്തിലൂടെ ദക്ഷിണേന്ത്യയിൽ സാധിക്കുന്നതാണ് RSSന്റെ കണക്കുകൾ. എന്തായാലും പുതിയ സംഭവവികാസങ്ങൾ ചാർമിനാർ മേഖലയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടായിരിക്കും. തർക്കമെന്തായാലും ചാർമിനാറിന്റെ ഒരു വശത്ത് ഹിന്ദു ഭിക്ഷക്കാരും മറുവശത്ത് മുസ്ലിം ഭിക്ഷക്കാരും സ്ഥാനം പിടിച്ചിരിക്കുന്നു. മതരാഷ്ട്രീയത്തിന്റെ ഭീതിപ്പെടുത്തുന്ന നവീന തന്ത്രങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിലമർന്ന യഥാർത്ഥ ചിത്രവും ഇന്ന് ചാർമിനാറിൽ കാണാം. പീപ്പിൾ TVക്ക് വേണ്ടി K. രാജേന്ദ്രൻ. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന വർഗീയതയെ ചെറുക്കാൻ DYFI കൂടുതൽ കരുത്താർജിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഫെബ്രുവരി 2 മുതൽ 5 വരെ കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ രാജ്യത്ത് അധികരിച്ചു വരുന്ന അക്രമ സംഭവങ്ങളെ അമർച്ച ചെയ്യാൻ DYFI ശക്തിപ്പെടണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യയിലെ യുവതി യുവാക്കളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ മാറ്റം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കൂടുതൽ യുവാക്കളുടെ അംഗീകാരം നേടുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ന് DYFI വളർന്നിട്ടുണ്ട്. യോഗത്തിൽ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ് MP അധ്യക്ഷനായിരുന്നു. ഉജ്ജ്വലരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളുടെ വിപ്ലവകാരികളുടെ പിന്തുടർച്ചക്കാരാണ് DYFI എന്നാണ്. സാമ്രാജ്യത്വ വിരുദ്ധമായ രാഷ്ട്രീയം, വർഗീയതയ്ക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയം മറ്റെന്നത്തേക്കാൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ചരിത്ര സന്ദർഭത്തിലാണ് DYFIയുടെ 10ാം അഖിലേന്ത്യാ സമ്മേളനം എറണാകുളത്ത് നടക്കുന്നത്. കൊച്ചിയിൽ ആദ്യമായി എത്തുന്ന DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന് കോടിയേരി ബാലകൃഷ്ണൻ, പ്രൊഫസർ MK സാനു, MC ജോസഫൈൻ, MV ഗോവിന്ദൻ മാസ്റ്റർ, ജസ്റ്റിസ് KK ദിനേശൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, B ഉണ്ണികൃഷ്ണൻ, ഇന്നസെന്റ് MP, ജോയ്സ് ജോർജ് MP, MB രാജേഷ് MP, അവോയ് മുഖർജി, ക്രിസ്റ്റി ഫെർണാണ്ടസ്, ആഷിഖ് അബു, ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ, ഡോക്ടർ CK രാമചന്ദ്രൻ, ഡോക്ടർ ഡേവിഡ് എന്നിവർ രക്ഷാധികാരികളായും P രാജീവ് ചെയർമാനായും സ്വാഗത സംഘം രൂപീകരിച്ചു. M സ്വരാജ് MLA ആണ് ജനറൽ കൺവീനർ. AN ഷംസീർ MLA അടക്കമുള്ള 10 അംഗ വൈസ് ചെയർമാൻമാരെയും യോഗം തെരഞ്ഞെടുത്തു. വിദേശത്തു നിന്നടക്കം 1000ഓളം പ്രതിനിധികളാണ് 10ാമത് DYFI അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് ഈ മാസം 8-ന് മൂവാറ്റുപുഴയിൽ തുടക്കമാകും. 9-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. 11-ന് വൈകിട്ട് 6 ലക്ഷം പേർ അണിനിരക്കുന്ന റാലിക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. KSKTU 21ാം സംസ്ഥാന സമ്മേളനത്തിനാണ് മൂവാറ്റുപുഴ വേദിയാവുന്നത്. 23 ലക്ഷം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 571 പ്രതിനിധികളാണ് 4 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുക. പതാക, ദീപശിഖ, കൊടിമര ജാഥകൾ 8-ന് വൈകുന്നേരം 5 മണിക്ക് സമ്മേളന നഗരിയിൽ എത്തിച്ചേരുന്നതോടെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാവും. 9-ന് രാവിലെ 10 മണിക്ക് ചേരുന്ന പ്രതിനിധി സമ്മേളനം കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കർഷക തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി, PF, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകി യുവതലമുറയെ ആകർഷിക്കാൻ കഴിയുന്ന നയം സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യം സമ്മേളനം മുന്നോട്ട് വയ്ക്കുമെന്ന് KSKTU സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവർക്ക് ഗ്രാറ്റുവിറ്റി, ഫോടം ഫണ്ട്, പെൻഷൻ ആനുകൂല്യങ്ങൾ, പ്രസവകാല ആനുകൂല്യം ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ കൊടുക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു സ്ഥിരത കൈവരിക്കാനാവും. 11-ന് സമ്മേളനം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. അന്ന് വൈകിട്ട് 1/2 ലക്ഷം പേർ അണിനിരക്കുന്ന റാലിക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വയനാട്ടിൽ നെൽപ്പാടങ്ങളിൽ കർഷകർക്ക് ആശങ്ക സൃഷ്ടിച്ച് തെനപ്പുല്ലുകൾ പടർന്നു പിടിക്കുന്നു. പേൾ മില്ലറ്റ് ഇനത്തിൽപ്പെട്ട ഈ സസ്യം പാടങ്ങളിൽ വിളകൾക്ക് ഭീഷണിയായി വ്യാപകമാവുകയാണ്.
വരണ്ട പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ കാണുന്ന തെനപ്പുല്ലുകൾ പടർന്നു പിടിച്ച ഒരു പാടമാണിത്. നെന്മേനി പഞ്ചായത്തിലെ ചെറുമാട് പാടശേഖരം. അടുത്ത മാസം വിളവെടുക്കേണ്ട പാടത്ത് നിറഞ്ഞു വളർന്നിരിക്കുകയാണ് ഈ സസ്യം. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് നൽകിയ നെൽവിത്തുകളാണ് ഇവിടെ വിതച്ചത്. മുളച്ചത് നെല്ലിനേക്കാൾ ഇക്കാണുന്നതാണ്. മുഴുവൻ പുല്ല് വന്നിട്ട് മൂടിയിരിക്കുന്ന ഒരവസ്ഥയിലുള്ളത്. ഇതിന്റെ മേൽഭാഗത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ പുല്ല് പശുവിന് ആവശ്യമായിട്ടുള്ള പുല്ല് അരിഞ്ഞുകൊണ്ട് പോയിക്കാണ് ആൾക്കാർ മുഴുവൻ അങ്ങനെ അരിയാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഇതിന് അവശേഷിക്കുന്ന ഇതിന്റെ അടിഭാഗത്ത് നിന്ന് എന്തെങ്കിലും നെല്ല് കിട്ടിയെങ്കിൽ മാത്രമാണ് ഇപ്പൊ നമുക്ക് അങ്ങനെ കിട്ടിയെന്ന് പറയാനാവുള്ളൂ. അത്രയ്ക്ക് മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഇന്ന് ഈ കൃഷി ഉള്ളത്. വിവിധ ഫാമുകളിൽ നിന്നും വാങ്ങിയ നെൽവിത്തുകൾക്കൊപ്പവും ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇവ വ്യാപകമായിട്ടുണ്ട്. വിളവിനെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. വിളവെടുക്കും മുൻപ് ഇവ കൊയ്തെടുക്കേണ്ട ബുദ്ധിമുട്ടിലാണ് കർഷകർ. ബന്ധപ്പെട്ട കൃഷി ഓഫീസുകളെ ഇക്കാര്യം അറിയിച്ചെങ്കിലും തൃപ്തികരമായ മറുപടികളല്ല ലഭിക്കുന്നത്. അടുത്തിടെ ഉഷ്ണമേഖലാ സസ്യങ്ങൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ വയനാട്ടിൽ കർഷകർക്ക് ആശങ്ക സൃഷ്ടിക്കുകയാണ് ഈ സസ്യവും. ന്യൂസ് ബ്യൂറോ, വയനാട്. പുതുതലമുറയെ പഴമയുടെ തിരുശേഷിപ്പുകൾ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പത്തനംതിട്ട തൃച്ചേന്തമംഗലം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. രാജാക്കന്മാരുടെ കാലത്തെ നാണയങ്ങളും വീട്ടുപകരണങ്ങളും മുതൽ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും പോലുമില്ലാത്ത പല സാധനങ്ങളും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി നടന്ന ചരിത്ര പ്രദർശനത്തിൽ ഇടം പിടിച്ചിരുന്നു. പോയ കാലത്തിന്റെ തിരുശേഷിപ്പുകൾ ചേർത്തുവെച്ചുകൊണ്ടാണ് പെരിങ്ങനാട് തൃച്ചേന്തമംഗലം സ്കൂളിലെ പഴയ തലമുറ ഒത്തുചേർന്നത്. വീണ്ടും അവർ ഒന്നിച്ചുകൂടിയപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര വസ്തുക്കളും അവർക്കൊപ്പം ഈ വിദ്യാലയത്തിലേക്ക് വന്നു. പഴയ തിരുവിതാംകൂറിലെയും ബ്രിട്ടീഷ് ഭരണകാലത്തെയും നാണയങ്ങൾ, ഗ്രന്ഥക്കെട്ടുകൾ, 1000 രൂപയുടെ ഒറ്റ നാണയം തുടങ്ങി നിരവധി സാധനങ്ങളാണ് ചരിത്ര പ്രദർശനത്തിലുണ്ടായിരുന്നത്. കായംകുളം വാൾ മുതൽ വിവാദ എസ് കത്തി വരെ പഴയ തലമുറ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പതിവ് സംഗമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതുതലമുറയ്ക്ക് പ്രയോജനപ്രദമാകുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന ഒരു ആലോചനയിൽ നിന്നാണ് ഇത്തരമൊരു ആശയം ഉദിച്ചു വന്നതെന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ റോബിൻ ബേബി പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥി സംഘടന അത് രൂപം കൊണ്ടപ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തു. അതിലെ അംഗങ്ങൾക്കും സ്കൂളിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ വേണം അതിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് നിരവധി പദ്ധതികളാണ് സ്കൂളിന് വേണ്ടി ആവിഷ്കരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാവസ്തു ശേഖരങ്ങൾ ഈ സ്കൂളിലേക്ക് എത്തിച്ച് വലിയ പ്രദർശനം തന്നെയാണ് ഇവിടെ, പുരാവസ്തുവിന്റെ പ്രദർശനം തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രശസ്ത ചരിത്ര സമ്പാദകൻ ശിലാ സന്തോഷ് നേതൃത്വം നൽകുന്ന ശിലാ മ്യൂസിയത്തിന്റെ സഹകരണത്തോടുകൂടിയാണ് ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം സ്കൂളിൽ കയറി മർദ്ദിച്ചു. കാഞ്ഞിരംകുളം ഹൈസ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി ആൽഫിക്കാണ് മർദ്ദനമേറ്റത്. അടിവയറ്റിൽ ചവിട്ടേറ്റ് മൂത്രതടസ്സം നേരിട്ട കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാഞ്ഞിരംകുളം പഞ്ചായത്തിലെ മാവിള വാർഡംഗം ജയനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കാഞ്ഞിരംകുളം ഹൈസ്കൂളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ ഇടവേള സമയത്താണ് സംഭവമുണ്ടായത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ കാഞ്ഞിരംകുളം സ്വദേശി അജയകുമാറിന്റെ മകൻ 13 വയസ്സുള്ള ആൽഫിയെയാണ് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ജയൻ സ്കൂളിൽ കയറി മർദ്ദിച്ചത്. അടിവയറ്റിൽ ചവിട്ടേറ്റതിനെ തുടർന്ന് മൂത്രതടസ്സം നേരിട്ട കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് പുല്ലുവിള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആൽഫിയെ മാറ്റി. എൻ്റെ തലയിലും നെഞ്ചിലൊക്കെ ചുറ്റി എനിക്ക് ചേർത്തിട്ട് വയറിൻ്റെ താഴെ ഇടിച്ച് ഓടി. എന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ച് വെച്ചിട്ട് ആ ജയൻ്റെ മോളെ കൊണ്ട് അടിച്ചു. കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ജയന്റെ മകനും ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കുറച്ചു ദിവസം മുൻപ് മറ്റൊരു വിദ്യാർത്ഥിയെ പഞ്ചായത്ത് അംഗത്തിന്റെ മകൻ മർദ്ദിച്ചതായും അത് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൽഫി തടയുകയും ചെയ്തിരുന്നു. ഇതാണ് പഞ്ചായത്ത് അംഗം സ്കൂളിൽ കയറി വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് കാരണമായതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വിദ്യാർത്ഥിയുടെയും രക്ഷകർത്താക്കളുടെയും പരാതിയെ തുടർന്ന് കാഞ്ഞിരംകുളം പോലീസ് കേസെടുത്തു. എന്നാൽ ജയനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഈ കേസിനെ കംപ്ലീറ്റ് അട്ടിമറിക്കാൻ സ്കൂൾ അധികൃതരും മറ്റ് വിവരമായിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരും ശ്രമിക്കുകയാണ്. പഞ്ചായത്ത് അംഗമായ പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധവും ശക്തിപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള സംഗീത നാടക അക്കാദമി നാട്യകൈരളി എന്ന പേരിൽ പാലക്കാട് സംഘടിപ്പിച്ച കഥകളി ഉത്സവം സമാപിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖരായ കഥകളി കലാകാരന്മാർ അരങ്ങിലെത്തി. ഡോക്ടർ സദനം ഹരികുമാറും സംഘവും അവതരിപ്പിച്ച അഭിമന്യു എന്ന കഥകളിയോടെയാണ് കഥകളി ഉത്സവത്തിന് തിരശ്ശീല വീണത്. 88-കാരനായ പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായരും സംഘവും അവതരിപ്പിച്ച രാവണ വിജയവും അവസാന ദിനം അരങ്ങിലെത്തി.
ദൂതനായി കലാവൈശാഖും രംഭയായി കല്ലുവഴി വാസുവും വേഷമിട്ടു. വൈശ്രവണ സന്ദേശവുമായി വരുന്ന ദൂതനെ വധിച്ച് രാവണൻ വൈശ്രവണനോട് യുദ്ധത്തിന് പുറപ്പെടുന്നതാണ് രാവണ വിജയം കഥകളി. വഴിമധ്യേ അപ്സരസായ രംഭയെ കണ്ടുമുട്ടിയ രാവണൻ പ്രണയാഭ്യർത്ഥന നടത്തുന്നുണ്ട്. പരമശിവനിൽ നിന്ന് ചന്ദ്രഹാസം എന്ന വാൾ നേടി സൈന്യസമേതം ലങ്കയിലേക്ക് മടങ്ങുന്നതോടെയാണ് രാവണ വിജയം പൂർത്തിയാകുന്നത്. കഥകളിയെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് കഥകളി ഉത്സവം സംഘടിപ്പിച്ചതെന്ന് സംഗീത നാടക അക്കാദമി സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ നായർ പറഞ്ഞു. കഥകളി ലോകത്തിന്റെ സമ്പൂർണമായ ഒരു പരിച്ഛേദം സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള സംഗീത അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ അവതരിപ്പിക്കാനുള്ള ഞങ്ങളുടെ ശ്രമം നിറഞ്ഞ സദസ്സാണ് പാലക്കാട് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ കലക്ടർ പി മേരിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ നാരായണദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ രാധാകൃഷ്ണൻ നായർ, ടി ആർ അജയൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നടന്ന കാവ്യസന്ധ്യ ശ്രദ്ധേയമായി. ഷാർജ എക്സ്പോ സെന്റർ ബോൾ റൂമിൽ നടന്ന കാവ്യസന്ധ്യയ്ക്ക് വൻ സദസ്സ് സാക്ഷ്യം വഹിച്ചു. നിത്യവും തനിച്ചാക്കി മറയുന്ന സൂര്യബിംബം വരുമെന്ന പോലൊരു സ്വപ്നവുമായി കഴിഞ്ഞൊരു കവികളായ സച്ചിദാനന്ദൻ, ശ്രീകുമാരൻ തമ്പി, മധുസൂദനൻ നായർ, പി എൻ ഗോപികൃഷ്ണൻ, ഞേർലത്ത് ഹരിഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് എഴുത്തു നിർത്താനും മാപ്പ് പറയാനും തയ്യാറായ എഴുത്തുകാരൻ പെരുമാൾ മുരുകന്റെ വേദന പങ്കിട്ടുകൊണ്ട് സച്ചിദാനന്ദൻ മാപ്പ് എന്ന കവിത ചൊല്ലി. സച്ചിദാനന്ദന്റെ പിണക്കം, മുസ്ലിം, കോഴിപ്പങ്ക് തുടങ്ങിയ കവിതകളും ഹൃദയപൂർവ്വമാണ് ആസ്വാദകർ സ്വീകരിച്ചത്. ഒരു കുറി അബ്ദുറഹ്മാൻ, ഉബൈദിൽ താളമിട്ടവൻ, മോയിൻകുട്ടിയിൽ മുഴങ്ങി പെയ്തവൻ, ക്രൂര മുഹമ്മദരുടെ കത്തി കൈവിട്ടില്ലെങ്കിലും മലബാർ നാടകങ്ങളിൽ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മധുസൂദനൻ നായർ കവിത ചൊല്ലിയപ്പോൾ സദസ്സ് കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. കുപ്പനീരിൽ തുടിക്കുന്ന പൂക്കളെ, തുള്ളി തൊട്ടാൽ പനിക്കും പിറാക്കളെ. ഷാർജ എക്സ്പോ സെന്ററിൽ ബാൾറൂമിൽ നടന്ന കാവ്യസന്ധ്യയ്ക്ക് ആയിരക്കണക്കിന് മലയാളികളാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, ദുബായ്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മാധ്യമപ്രവർത്തകനായ ഇ എം അഷ്റഫ് രചിച്ച് സംവിധാനം ചെയ്ത ബൊംഴൂർ മയ്യഴി എന്ന ഹ്രസ്വചിത്രത്തിന്റെ തിരക്കഥ പ്രകാശനം നടത്തി. മികച്ച ഹ്രസ്വചിത്രം, തിരക്കഥ, സംവിധാനം എന്നിവയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബൊംഴൂർ മയ്യഴിയുടെ ഇതിവൃത്തം നോവലിസ്റ്റ് എം മുകുന്ദനെ കാണാൻ കഥാപാത്രങ്ങൾ എത്തുന്നതാണ്. ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് വയ്യ റഹീം കവി ഇസ്മായിൽ മേലടിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി ബിജു കെ സോമൻ, മാധ്യമപ്രവർത്തകരായ പി പി ശശീന്ദ്രൻ, എം സി എ നാസർ, കെ പി കെ വേങ്ങര, കെ കെ മൊയ്തീൻ കോയ, ആസ്റ്റർ എ ഡി ജെ എം, ജലീൽ പി എ എന്നിവർ പ്രസംഗിച്ചു. ലിബി പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ദുബായ്.